ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ഒരു മേക്ക് ഓവർ ചെയ്തെടുത്തതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അതായത് എൻ്റെ ഒരു പഴയ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ഇളക്കിയിട്ട് ഇതാ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും മെറ്റീരിയലിന് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു കുർത്തിയുടെ മുന്നത്തെ കോലം നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ പഴയ കുർത്തി ഉണ്ടായിരുന്നത്. ഇത് ഞാൻ മുന്നേ ഒരു 2 വർഷം മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്കായിട്ടാണ് ഡിസൈൻ വരുന്നത്. യോക്ക് പോർഷൻ്റെ അവിടെ ആയിട്ടാണ് ഇങ്ങനെ ഒരു കൂർമോന പോലെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ താഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു 1 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ റൗണ്ട് നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഈ ഒരു ലെങ്ത്ത് അല്ല, ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് കൊടുത്ത ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് കേട്ടോ കൊടുത്തത്. കാരണം എനിക്ക് അത്രേ കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു 7 ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സാണ്. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് വലിയ സൈസ് കട്ട് ബീഡ്സാണ് ആൻറ്റിക്കിൻ്റെ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സാണ്. ആൻറ്റിക്കിൻ്റെ തന്നെയാണ് ഷുഗർ ബീഡ്സും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളറ് ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഷുഗർ ബീഡ്സും നമുക്ക് വേണം. ആൻറ്റിക്കിൻ്റെ കുറച്ച് അധികം വേണം കേട്ടോ, ബീഡ്സ് എല്ലാം. പിന്നെ വേണ്ടത് 2 ബീഡ്സാണ്. 2 ബീഡ്സും ആൻറ്റിക്കിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ഐഡിയയിലാണ് കേട്ടോ ഈ ഒരു 3 ബീഡ്സും കൂടി വെച്ച് കൊടുത്തത്. ആദ്യം ഞാൻ വിചാരിച്ചു കട്ട് ബീഡ്സും 2 ബീഡ്സും മാത്രം വെക്കാമെന്ന്. പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു തിളക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ തുടങ്ങുന്നതിന് മുന്നേ, അതായത് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്യാം. കാരണം എനിക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. വീഡിയോ ഒക്കെ എടുക്കണം, വേറെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്കുള്ള ടൈമില്ല ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, ഹെവി ആയിട്ട് ചെയ്യണ്ട, നമുക്കൊരു ഇതിൽ ഭയങ്കര തിന്നായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാതെ തിക്കായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാതെ തിന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞൊരു സിമ്പിൾ ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലൊരു ഡിസൈൻ, അതായത് എനിക്ക് വേണ്ടി ഞാനൊരു ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ആയിരിക്കണം. എനിക്ക് സിമ്പിൾ ഡിസൈനേക്കാളും ഭയങ്കര ഹെവി ഡിസൈനാണ് ഇഷ്ടം. പിന്നെ ഒട്ടും സമയം തികയാതെയൊക്കെ ഒട്ടും സമയം കിട്ടാതെ വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാനത് സിമ്പിളാക്കുന്നതാണ് കേട്ടോ ആ ഒരു ഡിസൈൻ. അപ്പോൾ ഇതെന്തായാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. കട്ട് ബീഡ്സും 2 ബീഡ്സും ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ്, അതായത് 2 ബീഡ്സാണ് ഫസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് വെച്ച് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷമാണ് ഷുഗർ ബീഡ്സ് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഷുഗർ ബീഡ്സാണ്. നമ്മൾ ഷുഗർ ബീഡ്സ് ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഞാനിത് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിന് കുറച്ച് പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല അറ്റത്തൊക്കെ ആകുമ്പോൾ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ്. സെൻറ്ററിലായാലും ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറ്റത്തൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഫുള്ള് സ്റ്റിച്ചഡ് അല്ലേ, അപ്പോൾ ബാക്ക് സൈഡിലൊന്നും കയറി കൊള്ളാതെ ലൈനിങ്ങിലൊന്നും കയറി തട്ടാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഫ്രെയിം എടുത്തിരിക്കുന്നത് 15 ഇഞ്ചിൻ്റെ ഫ്രെയിമിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. പിന്നെ ത്രെഡിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സാധാ തയ്ക്കുന്ന നൂലില്ലേ, നമ്മൾ 5 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധാ തയ്ക്കുന്ന നൂല്, ആ ഒരു നൂലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരി വർക്ക് ചെയ്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ, അത് നമ്മളിപ്പോൾ എടുത്ത കുറച്ചുകൂടെ കുറച്ച് ടൈം മാത്രം മതി ആരി വർക്ക് ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ആരി വർക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആരി വർക്ക് ചെയ്ത് കൊടുക്കാത്തത്. അത്രയൊന്നും ഞാൻ ഇതൊന്നും ചെയ്യാനായിട്ടൊന്നും എത്തിയില്ല ഞാൻ, കാരണം പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽസും ഈ ഒരു വർക്കും ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് ക്ഷമയും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ക്ഷമിച്ചിരുന്ന് മാത്രമേ ഈ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളേ. പിന്നെ ഇതിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മെറ്റീരിയലിന് വേറെ ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ 2 വർഷം മുന്നേയൊക്കെ, അതായത് ഞാൻ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ 1 വർഷം 2 വർഷമൊക്കെ ആവുമെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തെടുത്തിട്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് വർക്കിന് മുന്നേ ചെയ്തിരുന്ന ആ ഒരു ഹാൻഡ് വർക്കിന് ഭയങ്കര പെർഫെക്ഷനൊന്നും വന്നിട്ടില്ല. കാരണം ആദ്യമൊക്കെ ചെയ്തതല്ലേ, അത്രയ്ക്കുള്ള പെർഫെക്ഷനല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്ത പണിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ഡിസൈൻ്റെ ഹൈലൈറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു പഴയ കുർത്തിയാണെന്ന് പറയില്ല. പിന്നെ അത് ഈ ഒരു മാർക്കിങ്ങില്ലേ, ഗ്ലാസ് മാർക്കിംഗ് പെൻസിലിൻ്റെ, അത് നമ്മുടെ കഴുകുമ്പോൾ ഒറ്റ വാഷിൽ പോവും കേട്ടോ. അത് കാരണം ചെറിയൊരു മാർക്കിംഗ് അല്ലേ ഉള്ളൂ, അപ്പോൾ അത് പൊക്കോളും. അപ്പോൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്?